GLPS Payanadam School Radio. Hello friends, do you know me? I am Krishna Kumar Mash. Marvelous welcome to Day 14. Come let's talk. Come let's talkന്റെ 14-ാം ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാ ദിവസവും ഈ പാഠഭാഗങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? Surely you have to take practice. Then easily you can use English. Okay, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ഈ പാഠഭാഗങ്ങൾ നിങ്ങളെ സഹായിക്കും. കൂട്ടുകാരെ, പലപ്പോഴും ക്ലാസ്സിൽ ഒരുപാട് ഹോംവർക്കുകളും അസൈൻമെൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് തരാറുണ്ട് അല്ലേ? ഒരുപാട് ടാസ്കുകളൊക്കെ തരാറുണ്ട്, ഹോംവർക്കുകളൊക്കെ തരാറുണ്ട്. പിറ്റേ ദിവസം ടീച്ചേഴ്സ് വരുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ, നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തോ എന്നൊക്കെ ഇല്ലേ? ഇത് എങ്ങനെയൊക്കെയാണ് ടീച്ചേഴ്സിന് ചോദിക്കാൻ കഴിയുക? നമുക്കൊന്ന് നോക്കിയാലോ. ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെയൊക്കെ മറുപടി കൊടുക്കാം അല്ലേ? അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഓക്കെ, ടീച്ചർക്ക് ഇങ്ങനെ ചോദിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക് ഓർ ഡിഡ് യു കംപ്ലീറ്റ് യുവർ അസൈൻമെൻറ്റ്സ്? നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ എന്ന് ടീച്ചറിന് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് മറുപടി പറയാം? ചില ആളുകൾ പൂർണ്ണമായും ചെയ്തു കാണും അല്ലേ? അവർക്ക് പറയാം, യെസ് ടീച്ചർ, ഐ ഹാവ് ഡൺ ഇറ്റ്, ഞാൻ ചെയ്തു കഴിഞ്ഞു. ചില ആളുകൾക്ക് മുഴുവനായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്ത് പറയാം? സ്റ്റിൽ റിമൈനിങ് എ ലിറ്റിൽ മോർ, കുറച്ച് ബാക്കിയുണ്ട് എന്ന് മറുപടി പറയാം. ഈ തരത്തിലുള്ള മറുപടികളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ടീച്ചർക്ക് മറ്റൊരു രീതിയിലും ഇത് ചോദിക്കാം. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? ഹാവ് യു ഡൺ യുവർ അസൈൻമെൻറ്റ്സ്? ഈ തരത്തിൽ ചോദിച്ചാലും നേരത്തെ പറഞ്ഞ മറുപടികളൊക്കെ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഐ കുഡ് ഫിനിഷ് മൈ വർക്ക്. ഐ കുഡ് ഫിനിഷ് മൈ വർക്ക്. ഐ കുഡിൻറ്റ് കംപ്ലീറ്റ് മൈ അസൈൻമെൻറ്റ്സ്. ഐ കുഡിൻറ്റ് കംപ്ലീറ്റ് മൈ അസൈൻമെൻറ്റ്സ്. തീരാത്ത ആളുകൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ മറുപടി പറയാം. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്, അപ്പോൾ എങ്ങനെ പറയാം? സ്റ്റിൽ റിമൈനിങ് എ ലിറ്റിൽ മോർ ടു ഫിനിഷ്. ഇനി കുറച്ചുകൂടി തീർക്കാനുണ്ട് ടീച്ചറെ. ഇനി നിങ്ങൾക്ക് ഇന്ന് കൂടി സമയം വേണമെങ്കിൽ എങ്ങനെ പറയാം? ടീച്ചർ, ഐ വിൽ ഫിനിഷ് ഇറ്റ് ടുഡേ ഇറ്റ് സെൽഫ്. ടീച്ചർ, ഐ വിൽ ഫിനിഷ് ഇറ്റ് ടുഡേ ഇറ്റ് സെൽഫ്. ഈ ടീച്ചർക്ക് മറ്റൊരു രീതിയിലും ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഹൗ ലോങ് ഹാവ് യു ബീൻ ഗോൺ വിത്ത് യുവർ ടാസ്ക്? ഹൗ ലോങ് ഹാവ് യു ബീൻ ഗോൺ വിത്ത് യുവർ ടാസ്ക്? നിങ്ങളുടെ ടാസ്കുമായിട്ട് നിങ്ങൾ എത്ര മുന്നോട്ട് പോയി എന്നുള്ളതാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞ മറുപടികളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി ടീച്ചർക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കാം. കുഡ് യു ഫിനിഷ് യുവർ ടാസ്ക്? Could you finish your task? Could you finish your homework? Could you finish your assignments? ഈ രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോഴൊക്കെ എങ്ങനെയൊക്കെ മറുപടി പറയാം? നേരത്തെ പറഞ്ഞ മറുപടികളൊക്കെ നിങ്ങൾക്ക് പറയാം അല്ലേ? ഇനി ടീച്ചർക്ക് ചോദിക്കാം, എങ്ങനെ? വൈ ഡിഡിൻ യു ഫിനിഷ് യുവർ അസൈൻമെൻറ്റ്സ്? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് പൂർത്തിയാക്കിയില്ല? ചിലർക്ക് അറിയാഞ്ഞിട്ടായിരിക്കാം, ചിലർക്ക് സമയം കിട്ടാഞ്ഞിട്ടായിരിക്കാം അല്ലേ? പല കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് എന്താണ് കാരണമെന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. വൈ ഡിഡിൻറ്റ് യു ഫിനിഷ് യുവർ അസൈൻമെൻറ്റ്സ്? വൈ ഡിഡിൻറ്റ് യു ഫിനിഷ് യുവർ ടാസ്ക്? വൈ ഡിഡിൻറ്റ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഇങ്ങനെയൊക്കെ ടീച്ചർക്ക് ചോദിക്കാം. ഇനി എന്ത് കാരണം കൊണ്ടാണ് ഇത് ചെയ്യാതിരുന്നത്? അങ്ങനെയും ചോദിക്കാമല്ലോ. വൈ കോണ്ട് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? വൈ കോണ്ട് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മറുപടി പറയാം? ടീച്ചർ, I have a doubt. Still remaining some more to finish. ഈ രീതിയിൽ നിങ്ങൾക്ക് മറുപടി പറയാം. ഒരു ചെറിയ സംശയമുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. I need a help to finish my work. ഈ തരത്തിലൊക്കെ കൂട്ടുകാർക്ക് മറുപടി പറയാം. Okay friends, are you ready to go with your task? Every day you take practice. Definitely English will become your good friend. You can enjoy English. Are you ready for that? Go ahead with a bold mind. ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ
ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്താൻ കഴിയും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന ആശംസയോടെ കം ലെറ്റ്സ് ടോക്കിൻ്റെ 14-ാം ദിനം പൂർത്തിയാകുന്നു.